അടുത്തതായി ജൂനിയർ സീനിയർ ഗായകർ ഇഴചേർന്നു പാടുന്ന പാട്ടുറുമാൽ റൗണ്ടിൽ പാടാനെത്തുന്നു ഹാഷിം ആൻഡ് റഷീദ്. റഷീദ് മാഷ് കുട്ടിപ്പാട്ടുറുമാൽ സീസൺ 2 വേദിയിലേക്ക് സ്വാഗതം. താങ്ക് യു. അപ്പം നമ്മുടെ ഈ കുട്ടിപ്പാട്ടുകാർക്ക് സപ്പോർട്ടുമായി നമ്മുടെ പട്ടുറുമാൽ കുടുംബത്തിൽ നിന്നും റഷീദ് മാഷ് വീണ്ടും കുട്ടിപ്പട്ടുറുമാലിൻ്റെ ഈ വേദിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പം പാട്ടുറുമാൽ റൗണ്ടിലാണ് പാടുന്നത്. ഏത് പാട്ടാ? അഴകിൻ്റെ അഴകെ. രണ്ടാളും നന്നായി പാടാ. ഓൾ ദി ബെസ്റ്റ്. അഴകിൻ്റെ അഴകേ അരിമുല്ല മലരേ, ഈ മലർവനിയിൽ അണയാമോ തേനിമ്പ കനിയേ. അഴകിൻ്റെ അഴകേ അരിമുല്ല മലരേ, ഈ മലർവനിയിൽ അണയാമോ തേനിമ്പ കനിയേ. അതിരത്തിലൊഴുകും മധുരത്തിനുറവ് മുഖവത്തിൽ പൊതിഞ്ഞു നീ നൽകാമോ. അതിരത്തിലൊഴുകും മധുരത്തിനുറവ് മുഖവത്തിൽ പൊതിഞ്ഞു നീ നൽകാമോ. അഴകിൻ്റെ അഴകേ അരിമുല്ല മലരേ, ഈ മലർവനിയിൽ അണയാമോ തേനിമ്പ കനിയേ. കണ്ണാലേ എന്നെ മയക്കും ചെല്ലക്കിളിയെ ചൊല്ലാമോ, ഉള്ളു പകർന്ന് തരുമോ എൻ്റെ വള്ളിക്കുടിലിൽ പോരാമോ. അഴകിൻ്റെ അഴകേ അരിമുല്ല മലരേ, ഈ മലർവനിയിൽ അണയാമോ തേനിമ്പ കനിയേ. മണിമാറിലണിയാം മകർമാല പണിയാം, ഇനിയൊരു മനമൊന്നായി കഴിഞ്ഞിടാം. കഥയത് കനിയേ കളിയല്ലെന്നറിയേ, കണ്ണീരിലും കൈ കോത്തുവരാം. അഴകിൻ്റെ അഴകേ അരിമുല്ല മലരേ, ഈ മലർവനിയിൽ അണയാമോ തേനിമ്പ കനിയേ. അഴകിൻ്റെ അഴകേ അരിമുല്ല മലരേ, ഈ മലർവനിയിൽ അണയാമോ തേനിമ്പ കനിയേ. അതിരത്തിലൊഴുകും മധുരത്തിനുറവ് മുഖവത്തിൽ പൊതിഞ്ഞു നീ നൽകാമോ. അതിരത്തിലൊഴുകും മധുരത്തിനുറവ് മുഖവത്തിൽ പൊതിഞ്ഞു നീ നൽകാമോ. അഴകിൻ്റെ അഴകേ അരിമുല്ല മലരേ, ഈ മലർവനിയിൽ അണയാമോ തേനിമ്പ കനിയേ. തേനിമ്പ കനിയേ, തേനിമ്പ കനിയേ.
റഷീദ് മാഷൻ, ഹാഷ്യം, രണ്ടാളും ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ ജൂനിയർ സീനിയർ ഗായകർ ഇഴചേർന്ന് പാടാൻ വരികയാണെന്ന്. ശരിക്കും ഇഴചേർന്ന് പാടി രണ്ടാളും ഇങ്ങനെ ഒഴുകി നടക്കായിരുന്നു അല്ലേ? മാഷ് അവസാനം അത് ആവേശത്തിൽ ഡാൻസ് ഒക്കെ ചെയ്ത് പിന്നെ ഫ്ലോർ ഇളക്കായിരുന്നു മാഷെ. അപ്പോൾ ഹാഷിമിൻ്റെ കൂടെ ആദ്യമായിട്ടല്ല, ഹാഷിമിൻ്റെ കൂടെ മാഷ് കുറച്ച് കാലമായി ഇങ്ങനെ കൂടെ നടക്കുന്നതൊക്കെ കേട്ടു. അതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് നമ്മൾ കണ്ടത്. ഇല്ല, ഞാനിവിടെ വന്നതിന് ശേഷം ഇവിടെ കുട്ടികളെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഇപ്പം പിന്നെ പട്ടുറുമാലിൻ്റെ ഓരോ പാട്ടുകളും കുട്ടികൾ വരുമ്പോൾ ചില കുട്ടികളൊക്കെ പാടുന്ന കഴിഞ്ഞാൽ ഇപ്പം നമുക്കങ്ങനെ പറഞ്ഞു കൊടുക്കാനുള്ള അതിൽ കൂടുതൽ പാടുന്ന കുട്ടികളാണ്. എങ്കിൽ പോലും എൻ്റെ അടുത്ത് വന്ന് ചോദിക്കാറുണ്ട്. ഞാൻ എല്ലാ കുട്ടികൾക്കും സപ്പോർട്ട് ചെയ്യാറുണ്ട്. അതുപോലെ ഹാഷിമിനും പ്രത്യേകം സപ്പോർട്ട് ചെയ്യാറുണ്ട്. എല്ലാവരും തന്നെ എന്നെ വിളിക്കാറുണ്ട്. എല്ലാവരും എൻ്റെ അടുത്ത് ഇങ്ങനെ വരുമ്പോൾ തന്നെ കണ്ട് പാട്ടൊക്കെ നോക്കാറുണ്ട്. മാഷേന്ന് വിളിച്ച് ഓടി വരുന്ന ഒരുപാട് കുട്ടികളിവിടെ ഉണ്ടെന്നാണ് മാഷ് പറഞ്ഞത്. അപ്പോൾ ഏതായാലും നമുക്ക് നിങ്ങളുടെ പെർഫോമൻസിൻ്റെ കമൻസ് ചോദിക്കാം. സജിലെത്താം. അഴകിൻ്റെ അഴകേ അരിമുല്ല മലരേ, ഈ മലർവനിയിൽ അണയാമോ തേനിമ്പ കനിയേ. ഇതെന്താ പാടിയെന്നറിയോ? എന്തായിരിക്കും ഞാൻ പാടിയിട്ടുണ്ടാവാൻ ഈ പാട്ട്? എന്തായിരിക്കും? ആ പോഷൻ തെറ്റിപ്പോയാറുണ്ട്. അല്ല, എന്തായിരിക്കും? ചോയ്സ് ആണോ? ഇത്താടെ വാപ്പിച്ചി പാടിയ കറക്റ്റ് ആൻസർ. എൻ്റെ ഉപ്പ പാടിയ പാട്ടാണ്, ഉപ്പ സംഗീതം ചെയ്ത പാട്ടാണ്. ഉപ്പയും അജിത ചേച്ചിയും, അജിത എന്നിട്ടുള്ള സിംഗറുണ്ട്, ഇപ്പോൾ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ് അല്ലേ, മ്യൂസിക് ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ്. അതുകൊണ്ടാണ് ഞാൻ സ്പെഷ്യലായിട്ട് രണ്ടുപേരും പാടിയിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചത്. അല്ലാണ്ട് നീ തെറ്റിച്ചുകൊണ്ടല്ല കേട്ടോ. നന്നായി പാടി ഹാഷിം ആൻഡ് റഷീദ് മാഷ്. എനിക്ക് തോന്നുന്നു റഷീദ് മാഷ് ഭയങ്കര ആക്റ്റീവായിരുന്നു. ഹാഷിമിനെ കുറേ ഡാൻസ് ചെയ്യിപ്പിക്കാൻ ഇവിടെ വരുന്ന ഗസ്റ്റൊക്കെ കുട്ടികളെ ഭയങ്കരമായിട്ട് എനർജി കൊടുക്കുന്നുണ്ട്. ഡാൻസ് ചെയ്യാനൊക്കെ ഒരു എനർജി സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ കുട്ടികൾ പേടിച്ചിട്ടാണോന്നറിയില്ല, അധികം ഡാൻസിലേക്ക് വരുന്നില്ല അല്ലെ, പെർഫോം ചെയ്യാൻ വരുന്നില്ല. മാഷ് കുറേ ഡാൻസ് ചെയ്യിപ്പിക്കാൻ നോക്കി, പക്ഷെ കളിച്ചില്ല. പേടിച്ചിട്ടാണോ? ഈ പാട്ട് പറഞ്ഞ പോലെയല്ല കേട്ടോ, ഈ കേൾക്കുന്ന പോലെയല്ല, കുഞ്ഞു കുഞ്ഞു സംഗതികളൊക്കെ ഉണ്ട്. അത് പാടി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഹാഷിം, എനിക്ക് ഇതുവരെ കുറച്ച് കാലമായിട്ട് ഹാഷിമിൻ്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. പക്ഷേ എനിക്ക് ഈ പാട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഹാഷിം. എനിക്ക് ഒന്ന് ചെറിയ 2-3 സ്ഥലങ്ങളിൽ മാത്രമേ ചെറിയ ചെറിയ മിസ്സിങ് വന്നിട്ടുള്ളൂ. പ്രത്യേകിച്ച് ചരണത്തിലെ കളി പറഞ്ഞുള്ളു, അവിടെയുള്ള സംഗതി കുറച്ച് മിസ്സായിരുന്നു. പിന്നെ ലാസ്റ്റ് പല്ലവിയിലെ അഴകിൻ്റെ അഴകെ, അത് മാത്രമാണ് എനിക്ക് കുറച്ച് പെർഫെക്ഷൻ കുറഞ്ഞതായിട്ട് തോന്നി. ബാക്കിയൊക്കെ എല്ലാ പോർഷനും മോൻ നന്നായിട്ട് വൃത്തിയായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. കാരണം ഈ പാട്ട് പാടുമ്പോൾ അറിയാം ആ പാട്ടിൻ്റെ ബുദ്ധിമുട്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഹാഷിം നന്നായി പാടി. ആൻഡ് റഷീദ് മാഷ് നല്ലൊരു സപ്പോർട്ടായിരുന്നു. ഈ സപ്പോർട്ട് എല്ലാവർക്കും കൊടുക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു സജിലത്ത. ഫിറോസ്ക. റഷീദ് മാഷ് എന്നാണ് ഇപ്പോൾ സജിലയൊക്കെ വിളിച്ചത്. കുട്ടികളൊക്കെ മാഷ് എന്നാണ് വിളിക്കുക. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട റഷീദ് എന്നാണ് വിളിക്കാറ്. ഇഷൽ മർഹബയിലെ എല്ലാ കുട്ടികൾക്കും ഇത്ര സപ്പോർട്ട് കൊടുത്ത അവരൊരു ഗുരുനാഥൻ്റെ സ്ഥാനത്ത് അന്ന് ആ ഷോ നടക്കുന്ന സമയത്ത് കണ്ട പ്രിയപ്പെട്ട റഷീദ്. അപ്പോൾ റഷീദിനോട് എനിക്ക് എന്തും പറയാം. ആ കാറ് ചവിട്ടൽ എനിക്ക് കാണണ്ട, ആ പക്ഷി പറക്കലൊന്ന് കാണണം. ഒന്നുകൂടി സജില പാടിത്തരും ഒരു പ്രാവശ്യം കൂടെ അഴകിൻ്റെ അഴകേന്ന്. 1 2 3 4. അഴകിൻ്റെ അഴകേ അരിമുല്ല മലരേ, ഈ മലർവനിയിൽ അണയാമോ തിനിമ്പ കനിയേ. പക്ഷി എന്തൊക്കെ ഡയറക്ഷനിലാണ് പറക്കുന്നത്. നന്നായിരുന്നു. കമൻ്റ് റഷീദിനല്ല, റഷീദ് മനോഹരമായിട്ട് സപ്പോർട്ട് ചെയ്തു. അതുകൊണ്ടാണ് ഇത്ര സന്തോഷം റഷീദുമായിട്ട് പങ്കിട്ടത്. ആഷിം നന്നായി പാടി മോനെ. സജിലയുടെ ഉപ്പയുടെ പാട്ടായതുകൊണ്ട് സജില അത് ഓരോ ഭാഗങ്ങളും എടുത്ത് പറഞ്ഞു തന്നു. അത് തന്നെ അതിൻ്റെ കമൻറ്റ് കേട്ടോ. ഭംഗിയായിട്ട് പാടി മോൻ എല്ലാ ഭാഗങ്ങളും. മോൻ പാടിയതൊക്കെ അജിത പാടിയ ഭാഗങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണോ ഡിവൈഡ് ചെയ്തത്? ആണ് അല്ലേ? അപ്പോൾ നന്നായിട്ട് തന്നെ പാടി, മനോഹരമായിട്ട് പാടി. ബെസ്റ്റ് ഓഫ്. താങ്ക് യു. താങ്ക് യു ഫിറോസ്ക. ഷബ്നത്ത. അസലായിരുന്നു. എന്താ പറയണ്ടേ, മാഷിൻ്റെ ഡാൻസും എന്താണ് പറന്ന് ഞാൻ വിചാരിച്ചു ഇവിടുന്ന് പോയിന്ന്. എങ്ങോട്ടാ പോകുന്ന ഡയറക്ഷൻ തന്നെ മാഷിന് അറിയാൻ വയ്യാണ്ടായി എങ്ങോട്ട് പോകണമെന്ന്. അസലായിരുന്നു കേട്ടോ. ഹാഷിം തകർത്തു. നല്ല മോഡുലേഷൻ ആയിരുന്നു. തിങ്സ് പാടിയത് അസലായിരുന്നു. ലാസ്റ്റ് പല്ലവിയിലെ തിങ്സിന് മാത്രം സ്ലിപ്പായിപ്പോയി. കുറച്ചൊരു സ്ലിപ്പിംഗ് ടെൻഡൻസി 2 സംഗതിക്ക് വന്നു, ഒരെണ്ണം സ്ലിപ്പായിപ്പോയി. ബട്ട് അത് നമുക്ക് കാര്യമാക്കാൻ പറ്റില്ല. കാര്യം മോൻ നന്നായിട്ട് അതിന് മുന്നേ ആ സെയിം സംഗതി അസലായിട്ട് പാടി. അതുകൊണ്ട് നമ്മൾ അങ്ങനെ അത് എടുത്തു പറയാൻ പറ്റില്ല. പിന്നെ നീ ചെയ്യേണ്ട ഒരു കാര്യം, എല്ലാം നന്നായിട്ട് പാടി ഇന്ന് പിച്ച്, അതായത് റേഞ്ച് ഡെവലപ്പ് ചെയ്തെടുക്കണം കേട്ടോ. കാര്യം
കുറച്ച് സ്ട്രെയിൻഡ് ആയിട്ട് ഫേസിൽ വരുന്നുണ്ട് ടോപ്പ് പോർഷൻസ് പോകുമ്പോൾ. അപ്പം അത് മാറ്റാൻ വേണ്ടിയിട്ട് കൂളായിട്ട് പാടാൻ വേണ്ടിയിട്ട് ഒരു ഒക്ടേവും കൂടെ പാടി പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷബ്നത്ത. അപ്പം മാഷ് ആൻഡ് ഹാഷിം നല്ല കമൻസ് ഒക്കെ കേട്ടു, എല്ലാവരും നല്ലൊരു ജോളി മൂഡിലാണ്. മാർക്സ് വയ്ക്കാം. ഷബ്നത്ത 29.5. 29.5 on 30. ഫിറോസ്ക 39. 39 on 40. സജിലത്ത 29.5. 29.5 again on 30. അപ്പം മാഷും ഹാഷിമും കൂടി അടിച്ചു പൊളിച്ച് പാടിയ പെർഫോമൻസിൻ്റെ മാർക്സ് 98 on 100. നല്ല സ്കോർസ് ആണ്. അപ്പോൾ നമ്മളെ നല്ലൊരു പെർഫോമൻസ് കൊണ്ട് എല്ലാവരെയും എൻ്റർടൈൻ ചെയ്യിപ്പിച്ച മാഷിനും ഹാഷിനും റിഹ വെഡിങ് സെൻറ്റർ തലശ്ശേരി ആൻഡ് ചേലാസ് വെഡിങ് സെൻറ്റർ അടൂർ നൽകുന്ന നല്ല 2 സമ്മാനങ്ങളുണ്ട്. ഓൾ ദി ബെസ്റ്റ്.